പണ്ട് കുഞ്ഞ് എങ്ങനെയായിരുന്നു വെച്ചാൽ കുഞ്ഞെ പിണങ്ങി കുറച്ച് കഴിഞ്ഞ് കുഞ്ഞ് വന്നിട്ട് മിണ്ടും. ഒരു 1/4 മുന്നേ അമ്മ അമ്മ നാണം കെട്ടിട്ടായിരുന്നു വന്ന് മിണ്ടും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ പോലെ. പക്ഷെ കുഞ്ഞിനിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര വാശിക്കാരി മിണ്ടാൻ കുറച്ച് തരാം. അപ്പം ഞാനും മിണ്ടല്ല, ഞാൻ അമ്മയല്ല ഒന്നുമില്ലെങ്കിൽ 2 പ്രാവശ്യം മിണ്ടി. അങ്ങനെ അത് സംഭവിച്ചിരിക്കുകയാണ് ഗൈസ്. എന്ത് നമ്മുടെ ഉപ്പുമുളക് ലൈറ്റിലെ 2ാമത്തെ മകളായിട്ടുള്ള കുഞ്ഞാൻ സ്വന്തം അച്ഛനെയും അമ്മയും കൂട്ടാതെ വിവാഹം കഴിച്ചിരിക്കുകയാണ്. അതിപ്പോ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ? ഇത് ഞാൻ പറഞ്ഞുണ്ടാക്കിയല്ലേ കേട്ടോ. കുഞ്ഞാൻ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ വരനുമൊത്തുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഫോട്ടോ സൈഡ് കൊടുക്കാം. എന്തായാലും ഈ ഫോട്ടോക്ക് താഴെ ചേച്ചി ഒളിച്ചോടിപ്പ് എന്തൊക്കെയാണ് കുറ്റം പറിച്ചില് അതേ അവസ്ഥ തന്നെ വന്നു. ഇതാണ് പറയുന്നത്, ആരെയും വിധിക്കരുത്, വിധി മാറ്റിമറിയും എന്നൊക്കെയുള്ള രീതിയിൽ ആൾക്കാർ കമന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവരുടെ ഫാമിലി സ്റ്റോറി അറിയാത്തവരെ ആരുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ ചേച്ചി ഒരുത്തനുമായി വിവാഹം ഉറപ്പിച്ച് മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടുന്നത്. അന്ന് ഈ പറയുന്ന അനുജത്തിയും അച്ഛനും അമ്മയും ഒക്കെ ലൈവിൽ വന്നിരുന്ന് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇവർ ഈ കുടുംബത്തിലെ മൂത്ത ചേച്ചിനെ ശപിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി അമ്മ. 2-3 ആഴ്ചത്തേക്ക് അതന്നെയായിരുന്നു കണ്ടന്റ്. പിന്നെ അത് കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? അമ്മയും മക്കളും ഒന്നായി. സർപ്രൈസ് ആയിട്ട് മൂത്ത മോള് വീട്ടിലേക്ക് വരുന്നു. നമുക്കൊരു പ്രശ്നവും ഇല്ലെന്ന് പറയുന്നു. എല്ലാവരും ഒന്നിക്കുന്നു. ശുഭം. ഇത് കണ്ട ഞാനടക്കമുള്ള എല്ലാവർക്കും ഇതൊരു ഡ്രാമ ആയിട്ട് തന്നെയാണ് തോന്നിയത്. എന്തായാലും ആ ഡ്രാമ ഒക്കെ കഴിഞ്ഞ് 2 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ചേച്ചിയുടെ അതേ പാത അനുജത്തിയും പിന്തുടർന്നു എന്ന് പറയേണ്ടി വരും അല്ലെ? പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാണെങ്കിൽ ചേച്ചി ഒരുത്തനുമായി വിവാഹം ഉറപ്പിച്ചും വേറൊരുത്തനാണ് കെട്ടിയതെങ്കിൽ ഇവിടെ അനുജത്തിയെ സംബന്ധിച്ചിടത്തോളം മുമ്പ് വിവാഹം ഉറപ്പിച്ച പയ്യനുമായിട്ട് തന്നെയാണ് ഇപ്പൊ ഒളിച്ചോടി കെട്ടിയിരിക്കുന്നത്. ഇവിടെ ഒളിച്ചോടി എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും കുഞ്ഞാനും ഇപ്പൊ കല്യാണം കഴിഞ്ഞ വരനുമായിട്ടുള്ള എൻഗേജ്മെന്റ് മുമ്പ് കഴിഞ്ഞതാണ്. കല്യാണം നടക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതിനിടക്കാണ് ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറുന്നത്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്തായിരിക്കും കല്യാണം ഒക്കെ ഉറപ്പിച്ചിട്ടും കല്യാണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ മാത്രം ഇങ്ങനെ സംഭവിച്ചത്? ഇങ്ങനെ എന്തിനായിരിക്കും അച്ഛനും അമ്മയും കൂട്ടാതെ അവിടെ കല്യാണം കഴിച്ചത്? കാരണം ഇവിടെ ഒളിച്ചോടി കെട്ടേണ്ട യാതൊരു സാഹചര്യം ഇല്ലല്ലോ. 2 വീട്ടുകാർക്കും സമ്മതമാണല്ലോ. പിന്നെ എന്തിന് ഇങ്ങനെ ചെയ്ത്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കിടന്ന് കറങ്ങുന്നുണ്ടാകും അല്ലെ? എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇത്തരം ഡൗട്ടുകൾ. എന്തായാലും 2 ആഴ്ച മുമ്പ് ഈ പറഞ്ഞ ഉപ്പുമുളക് ലൈറ്റിലെ അമ്മ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ അമ്മ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഐ തിങ്ക് ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളും ഇപ്പൊ നടന്ന സംഭവങ്ങളും കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പിടികിട്ടും. നമുക്ക് എന്തായാലും നമുക്ക് പറയാനൊന്ന് കേട്ടോ. ഞാൻ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഓരോ കാര്യങ്ങൾക്കായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. ഒന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. കല്യാണത്തിൻ്റെതായ ഒരുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യണല്ലോ കേട്ടാ. അപ്പുറത്താളൊന്നും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളായി തുടങ്ങി. പക്ഷേ ഫണ്ട് സെറ്റായി വരണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇതിലാണ് ഇനിയൊക്കെ ഇന്ന് കല്യാണക്കൂര അടിക്കാൻ വേണ്ടി കല്യാണക്കൂര എത്ര ആൾക്ക് അടിക്കണം അതിനൊക്കെ ഒരു കണക്കിടണം, കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒരാളൊരു കാര്യം ചെയ്യില്ല. ഞാൻ ഇവിടുന്ന് ഞാനുണ്ടെങ്കിൽ ഓടിയിട്ട് ഞാൻ കാര്യം സ്റ്റാർട്ട് ചെയ്യണം. സെറ്റാവാത്ത കാരണമാണ് ഒന്നിനും തോന്നാത്തതുണ്ട്. അതല്ല അതിന്റെ സത്യം തന്നെയാണ്. പക്ഷെ നമ്മള് എല്ലാത്തിനും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല കേട്ടാ. നമ്മള് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ ഫണ്ടാണ് ഇവരുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. കല്യാണം കടുത്ത് പക്ഷെ കയ്യിൽ ആവശ്യത്തിലുള്ള ഫണ്ട് ഇല്ല. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും കല്യാണവുമായി ബന്ധപ്പെട്ട് വലിയ ഉത്സാഹമൊന്നും ഇല്ല. ആദ്യത്തെ മകളുടേതാണെങ്കിൽ വലിയ ഫണ്ട് ചെലവൊന്നും ഇല്ലാണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ലോ. കാരണം മകൾ ഒളിച്ചോടി കിട്ടിയതാണല്ലോ. പക്ഷെ 2ാമത്തെ മകളുടേതാണെങ്കിൽ എൻഗേജ്മെന്റ് അത്യാവശ്യം നന്നായി നടത്തുകയും ചെയ്തു. കുടുംബക്കാർ തമ്മിൽ കല്യാണം പറഞ്ഞ് ഉറപ്പിക്കുകയും ചെയ്തു. അപ്പൊ എന്തായാലും ഫണ്ട് ഇറക്കി തന്നെ കല്യാണം കഴിക്കണമല്ലോ. അപ്പൊ ഫണ്ട് ഇറക്കാൻ എന്ത് ചെയ്യുന്ന ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർക്ക് ഒരു ഐഡിയ തോന്നുന്നത്. അത് ഇവര് തന്നെ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. സ്ഥലത്തിൻ്റെ ഒരാൾ സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത്രയും വെയിറ്റ് നിൽക്കാനുള്ള ടൈമില്ല. ഒരാളെ മാത്രം. അപ്പോൾ ആരെയൊക്കെ താല്പര്യമുണ്ടെങ്കിൽ പറയാം. മെയിൻ പോയിന്റ് നമ്മുടെ സ്ഥലം സത്യം പറഞ്ഞാൽ ഈ ഒരു ആവശ്യം കാരണം ഞാൻ വിൽക്കണം. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു ചെറിയ വേറൊരു ചാൻസ് എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ സ്ഥലം വിൽക്കില്ല. പോരെ, ഒരു തരി വേറെ ചാൻസ് കിട്ടിയില്ലേ? ഇനിയിപ്പോ സ്ഥലം വിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ആ സ്ഥലം ഇനിയിപ്പോ അവിടെ തന്നെ ഉണ്ടാവും. ഇവര് പറഞ്ഞെന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് മകളുടെ കല്യാണത്തിന് വേണ്ടി ഇവർക്ക് സ്ഥലം വിൽക്കാനായിരുന്നു പ്ലാൻ. ഇവരുടെ കയ്യിലുള്ള ഏക ഒരു അസറ്റ് എന്ന് പറയുന്ന ആ സ്ഥലം മാത്രമാണ്. അതും കൂടി പോയി കഴിഞ്ഞാണെങ്കിൽ ഇവർക്ക് പിന്നെ അസറ്റ് ഇല്ല. താഴാണെങ്കിൽ 2 ആൾക്കാരും ഉണ്ടല്ലോ. ഇവരാകെപ്പാട് ആ ഒരു ടെൻഷനിലായിരുന്നു. ഇനിയിപ്പോ ആ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. മകളുടെ കല്യാണം കഴിഞ്ഞു, ആ സ്ഥലമാണെങ്കിൽ കയ്യിൽ നിന്ന് പോയിട്ടുമില്ല. ഇതൊക്കെയാണ് ദൈവനിശ്ചയം എന്ന് പറയുന്നത്. നിങ്ങൾ എന്തായാലും ദൈവത്തോട് നന്ദി പറയണം. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. മകളുടെ കല്യാണമൊക്കെ അടുപ്പിച്ച് ഇവർ ആകെ ഒരു അങ്കലാപ്പിലായിരുന്നു. ഇനി ഇതിനെല്ലാം ഇടയ്ക്ക് എങ്ങനെ ഈ രീതിയിൽ കല്യാണം സംഭവിച്ചു എന്നൊരു ഡൗട്ട് ബാക്കിയുണ്ട് അല്ലേ? അതിലേക്കാണ് നമ്മൾ വരുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ചത്തോളമായി അമ്മയും കുഞ്ഞാനും തമ്മിൽ ഭയങ്കര പണക്കത്തിലായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അമ്മ 2 ആഴ്ച മുമ്പേ വന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. കുഞ്ഞെന്താ പിണക്കാണോ? കുഞ്ഞെന്താ വീട്ടിൽ കാണോ? അമ്മയും മക്കളൊക്കെ ആകുമ്പോൾ പിണങ്ങും അതൊക്കെ സ്വാഭാവികം. ഞാൻ പറഞ്ഞില്ലേ, പൊന്നുമായിട്ട് പിണങ്ങാറുണ്ട്, കുഞ്ഞനായിട്ട് പിണങ്ങാറുണ്ട്, കുണുക്കനായിട്ട് ഷെബിയായിട്ട് അനിയായിട്ടൊക്കെ ഞാൻ പിണങ്ങാറുണ്ട്. ഇവരൊക്കെ ആയിട്ട് മറ്റുള്ളവരും പിണങ്ങാറുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പിണങ്ങുന്നവരൊക്കെ തന്നെയാണ്. ഒരു വീടല്ലേ, ചട്ടിങ്കലൊക്കെ തട്ടിമുട്ടൊക്കെ ഇരിക്കുക സ്വാഭാവികമാണ്. അതെ, അത്രേ ഉള്ളൂ. ഒരു കുടുംബമാകുമ്പോൾ അതിലെ മക്കള് ഒളിച്ചോടിയും അച്ഛനമ്മയും കൂട്ടാതെ
ആദ്യമൊക്കെ കല്യാണം കഴിച്ചെന്നും ഇരിക്കും. അതൊക്കെ സ്വാഭാവികമാണ് അല്ലെ. എന്തായാലും 2 ആഴ്ച മുമ്പ് അമ്മ ഈ സംസാരിക്കുന്ന വീഡിയോയിലാണ് കുഞ്ഞാൻ അവസാനമായി ഇവരുടെ ചാനലിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. 3 4 4 എവിടെ വീണ് ഓടിയാ ശരി, ആ പോടാന്ന് പറഞ്ഞു പോയതാണ്. പിന്നെ കുഞ്ഞാൻ അഞ്ജിത്തിനെ എവിടെയും കണ്ടിട്ടില്ല. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ 2 ആഴ്ചത്തേക്ക് ആളൊരു വിവരമില്ല എന്നുള്ളതാണ്. അപ്പോഴും ആളുകൾ ചോദിക്കാൻ തുടങ്ങി, അമ്മയും കുഞ്ഞാനും തമ്മിൽ പിണക്കം മാറിയില്ലേ, ഇതിപ്പോ എത്ര ദിവസമായി, 2-3 ആഴ്ച ആയില്ലേ, എന്താണ് മാറാത്തതെന്ന്. അപ്പൊ അമ്മ വീണ്ടും മറുപടി ആയിട്ട് 2 ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. നമ്മ എന്തായാലും ഒന്ന് കേട്ടോക്കാം. പണ്ട് കുഞ്ഞ് എങ്ങനെയായിരുന്നു വെച്ചാൽ കുഞ്ഞ് പിണങ്ങി കുറച്ച് കഴിഞ്ഞ് കുഞ്ഞ് വന്നിട്ട് മിണ്ടും. ഒരു 1/4 മണിക്കൂർ കുഞ്ഞാണ്ട് അമ്മ അമ്മ നാണം കെട്ടിട്ടായിരുന്നു വന്ന് മിണ്ടും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നില്ല. അപ്പൊ അങ്ങനെ വന്ന് മിണ്ടേണ്ട ഒരു കുഞ്ഞനായിരുന്നു. പക്ഷെ കുഞ്ഞിനിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര വാശിക്കാരി, മിണ്ടാ കുറച്ച് തരാം. അപ്പൊ ഞാനും മിണ്ടല്ല, ഞാൻ അമ്മയല്ല ഒന്നില്ലെങ്കിൽ 2 പ്രാവശ്യം മിണ്ടി. പണ്ടത്തെ കുഞ്ഞ് ഞങ്ങള് മാത്രം പോകല്ലേ. ഇപ്പൊ സ്റ്റാൻഡ് കൂടിയപ്പോ മക്കളൊക്കെ ഉണ്ടായില്ല. അപ്പൊ അതിന്റെ ചില മാറ്റങ്ങളൊക്കെ അവരിലുണ്ട്. അത് ശരി, അപ്പൊ അതാണ് പ്രശ്നം. അമ്മയും മകളും എന്തോ 1-2 പറഞ്ഞു പിണങ്ങി. മകളുടെ സ്വഭാവം വെച്ച് പണ്ടൊക്കെ ആണെങ്കിൽ ഒന്ന് പറഞ്ഞ് 2ാമത്തേന് സോറും പറഞ്ഞ് അമ്മേന്റെ കാല് പിടിക്കാൻ വരുമായിരുന്നു. ഇപ്പൊ അത് ചെയ്യുന്നില്ല. അപ്പൊ അമ്മയുടെ ഈഗോ ഹേർട്ടായി. അമ്മ ആണെങ്കിൽ തിരിച്ച് അങ്ങോട്ട് മിണ്ടാനും പോയില്ല. ഈ പ്രശ്നം വളർന്നു വലുതായി. ലാസ്റ്റ് എന്താ സംഭവിച്ചു, കുഞ്ഞാനങ്ങ് അമ്മേനെയും കൂട്ടാണ്ട് കല്യാണം നടത്തി. അല്ല പിന്നെ വല്ലാണ്ട് അങ്ങ് വാശി പിടിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇനി പ്രസവം അമ്മേനെ കൂട്ടാണ്ട് നടത്തും. കുഞ്ഞാന്റെ അടുത്താ കളി അല്ലേ. അമ്മക്ക് വാശിയാണെങ്കിൽ മകൾക്കും വാശി, അത്രേ ഉള്ളൂ. വിത്ത് ഗുണം അതന്നെ. എന്തായാലും ഇതിന് ശേഷം ഇവർ മകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം കുഞ്ഞാന്റെ സ്വഭാവം തന്നെ മാറി. പണ്ട് ഭയങ്കര സ്നേഹമുള്ള മോളായിരുന്നു, ഇപ്പൊ തീരെ സ്നേഹമില്ല. പണ്ടൊക്കെ ഞങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കുഞ്ഞാൻ എന്നും കൂടെ വരുമായിരുന്നു. ഇപ്പൊ കൂടെ വരുന്നില്ല. ഹോസ്പിറ്റലിലേക്കല്ലേ നിങ്ങൾ പോയിക്കോളൂ എന്നൊക്കെ കുഞ്ഞാപ്പ് പറയും അത്രേ എന്നൊക്കെ രീതിയിൽ അമ്മ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഫുള്ളും മകളെ കുറിച്ചുള്ള കുറ്റം പറച്ചിലാണ്. ഒരു പക്ഷേ ഈ അമ്മയുടെ കൺസേൺ പറഞ്ഞതാകാം, അതിനൊക്കെ നമ്മൾ മാനിക്കുന്നു. പക്ഷെ പബ്ലിക്കായി മകളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അത് കല്യാണം ഉറപ്പിച്ചു വെച്ചൊരു പെണ്ണല്ലേ, നിങ്ങളുടെ സ്വന്തം മകളല്ലേ. ആ കെട്ടാൻ പോണ പയ്യന്റെ വീട്ടുകാരത്തേക്ക് കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുക, എന്താ കരുതുക, അങ്ങനത്തെ ഒരു ചിന്ത പോലും ഇല്ല എന്നുള്ളതാണ്. അങ്ങോട്ട് പറയന്നെ എന്റെ മകൾ എങ്ങനെ, എന്റെ മകൾ ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ എന്ത് പറയാനാണ് ഇതിനൊക്കെ, ബാക്കിയോട് കേട്ടോക്കാം. പ്രശ്നം പ്രത്യേകിച്ചൊന്നുമില്ല. അതിപ്പോ 2 ദിവസത്തിനുള്ള അതൊക്കെ തീരും. അത് ഇച്ചിരി വാശി, അവൾക്കും വാശി എനിക്കും വാശി. ഞാൻ അമ്മയല്ലേ, അപ്പൊ എനിക്കൊരു വാശി, ആൾ മിണ്ടട്ടെ എന്നുള്ള വാശി. അങ്ങനെ അപ്പൊ പിന്നെ ഇവിടുത്തെ ഒരു ക്യാരക്ടർ നമ്മുടെ വീട്ടിലെന്താ വെച്ചാൽ, ഇവിടെ എന്തുണ്ടെങ്കിലും എന്നോട് ആരെയും പിണങ്ങി കഴിഞ്ഞാൽ അതിനായിട്ട് പിന്നെ അവരോട് മിണ്ടില്ല. അത് അതിനായിട്ട് ഒരു ക്യാരക്ടറാണ്. എന്നോട് ആരെയും പിണങ്ങി എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതിനായിട്ട് അവരോട് കുറച്ചധികം ഒരു അകലിച്ച് ഫീൽ ചെയ്യുന്ന സ്വഭാവം അതിനായിട്ടുണ്ട്. എന്താ വെച്ചാൽ അതിനായിട്ട് അറിയാം ഞാൻ എങ്ങനെയാണ് അവരെ വളർത്തി കൊടുക്കുന്നതും ഞാൻ അവർക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടുണ്ടെന്ന് അതിനായിട്ട് നല്ലോണം അറിയാം. അതിനായിട്ട് ഇപ്പൊ നാട്ടിലേക്ക് പോരെ കാര്യങ്ങൾ കാണുമ്പോൾ അയ്യോ എങ്ങനെയാണ് ഇപ്പൊ ഞാൻ പറയാനായിട്ട് ഇപ്പോ തെറ്റില്ലാത്ത കാര്യങ്ങളാകുമ്പോ ഞാൻ ചെവി കൊള്ളാൻ നിൽക്കില്ല. ഉണ്ണിയുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് കണ്ട ഞാൻ പിന്നെ ആ വഴി. എന്നിട്ട് ഇപ്പൊ എന്തായി, 2 മക്കളും അച്ഛനെയും അമ്മയും കൂട്ടാണ്ട് കല്യാണം നടത്തിയ അല്ലേ. ഇങ്ങനെയൊക്കെ നിലപാടെടുക്കുന്ന അച്ഛനെയും അമ്മയുടെയും വീട്ടിൽ കഴിയുന്ന മക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അമ്മയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ ആ മക്കൾ ടോട്ടലി ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് മാറും അല്ലേ. ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയെന്ന് വരും. ഒരു കുടുംബമാകുമ്പോൾ ഒരു അച്ഛന്റെ ഏറ്റവും വലിയ റോൾ എന്താണെന്ന് വെച്ചാണെങ്കിൽ അമ്മയും മക്കളെയും എല്ലാവരും ഒരേപോലെ സമീപിച്ച് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് അല്ലെ. പ്രത്യേകിച്ച് അമ്മയും മക്കളും വഴക്ക് കൂടുന്ന ഒരു കുടുംബമാണെങ്കിൽ 2 പേരുടെയും ഭാഗത്ത് ഒരുപോലെ നിൽക്കാൻ ഒരു അച്ഛൻ പഠിക്കണം. ഇത് അമ്മയും മക്കളുമായി എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും ആദ്യം ചെന്ന് അമ്മന്റെ അടുത്ത് ചോദിക്കും. അപ്പൊ അമ്മന്റെ ഭാഗത്തുള്ള ന്യായം കേൾക്കും, എന്നിട്ട് അമ്മന്റെ സൈഡ് മാത്രം നിൽക്കും. മക്കളുടെ ഭാഗം കേൾക്കാനേ പോകില്ല. ഇതാണല്ലോ ഇപ്പൊ ഈ അച്ഛന്റെ നിലപാട്. അതുകൊണ്ടാണ് അവസാനം പറഞ്ഞത്, ഇവളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റില്ല എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാണെങ്കിൽ ഞാൻ ഉള്ള ഭാഗത്തേ നിൽക്കുള്ളൂ, പുറത്തെ ഭാഗം കേൾക്കാനേ പോകില്ല എന്ന്. അങ്ങനെ വരുന്ന സമയത്ത് ഈ മക്കളുടെ ഭാഗം കേൾക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയെന്നും വരും. ഇതൊക്കെ ഇവരുടെ കുടുംബകാര്യമാണ്. ഇതിലൊന്നും ഇടപെടാൻ ഞാൻ ആരുമല്ല. പക്ഷെ ഇത് പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ എന്തോ വലിയ സംഭവം പോലെ വിളിച്ച് പറയുമ്പോൾ ഇത് ലക്ഷക്കണക്കിന് ആളുകൾ കാണല്ലേ, അവരിലേക്ക് ഇത് ഇൻഫ്ലുവൻസ് ആവില്ലേ. പലരും ഇങ്ങനെ ആവണം ഒരു അച്ഛനെന്നൊക്കെ ചിന്തിക്കില്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. എന്തായാലും ആകെ തുക മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ ചെലവൊന്നും ഇല്ലാണ്ട് കല്യാണം കഴിഞ്ഞ് കിട്ടിയെന്ന് അർത്ഥം. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാണെങ്കിൽ അമ്മയും മകളും ഒന്നാവും. നോക്കിക്കോളി, ഒരു 1-2 ആഴ്ച കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ ഒന്നായി എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവർ അടിച്ചിറക്കും. എന്ത് പറയാനാണ് ഞാനിനൊക്കെ. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം വീഡിയോക്ക് റീച്ചും വേണം, മോളുടെ കല്യാണ ചെലവും കണ്ടെത്തണം, കയ്യിലുള്ള സ്ഥലവും പോകാൻ പാടില്ല. അപ്പൊ അതിനായി ഇവരെ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് മകളെ എരിവി കയറ്റി അങ്ങ് വീട്ടിൽ നിന്ന് സ്വയം ഇറങ്ങി പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക. മകളാണെങ്കിൽ അത് ചെയ്യുകയും ചെയ്തു. ഇവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. ഇത് ഞാൻ പറഞ്ഞല്ലേ കേട്ടോ, കമന്റ് ബോക്സിൽ ഓരോരുത്തരും വന്ന് പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇവരുടെ കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. എന്തായാലും മൊത്തത്തിൽ കോമഡി ആയിരിക്കുന്ന കാര്യങ്ങൾ. പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ലേ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.